ഒരാൾ ഒരു ഭയങ്കര ക്രൂരകൃത്യം ചെയ്തിട്ട് രക്ഷപ്പെടുകയാണ്. ആ ക്രൂരകൃത്യം എന്താണെന്ന് ഞാൻ വഴിയേ പറയാം. അങ്ങനെ അയാൾ രക്ഷപ്പെട്ടു. ഇപ്പോൾ 12 വർഷം കഴിഞ്ഞു. ഈ 12 വർഷം കഴിയുമ്പോൾ അയാളുടെ മാറ്റം നോക്കിയേ. ആകപ്പാടെ മുഖത്തിൻ്റെ ഷേപ്പ് മാറും, മുടി വേറെ രൂപത്തിലാവും, ഭാഷ മാറും. അയാൾ അങ്ങനെ മാറ്റിയെടുത്തു. ഒരാൾക്ക് പോലും അയാളെപ്പറ്റി ഒരു സൂചന പോലുമില്ല. അയാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും ഒരു പിടിയുമില്ല. അങ്ങനെ ഈ 12 വർഷക്കാലം പോലീസ് തലങ്ങും വിലങ്ങും ലുക്കൗട്ട് നോട്ടീസ് എന്ന് വേണ്ട സർവത്ര നോട്ടീസ് അയച്ചിട്ടും അയാളെപ്പറ്റി ഒരു സൂചന പോലുമില്ല. അങ്ങനെ 12 വർഷം കഴിഞ്ഞു, നേരം പുലർന്നു. ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ലോകം മുഴുവൻ കേട്ടത്. അയാളെ കയ്യോടെ പിടിച്ചു അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെയായിരിക്കും പോലീസ് ഒരു തെളിവ് പോലും ഇല്ലാതെ ഈ ഭൂമത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരാളെ പിടിച്ചത്? അത് വിദഗ്ധമായിട്ട് പിടിച്ച ആ കേസാണ് ഇന്ന് പറയുന്നത്. ഷെരീഫിക്ക പരപ്പന അഗ്രഹാരത്തിലെ ഒരു പ്രിയപ്പെട്ടവനാണ്. ഈ പരപ്പന അഗ്രഹാരം എന്ന് പറയുന്നത് കർണാടകയിലാണ്. ഒരുപാട് വീടുകളൊക്കെ ഉള്ള, എല്ലാവരും തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ്. അവിടുത്തെ പ്രിയപ്പെട്ട ആളാണ് ആര്? നമ്മുടെ ഷെരീഫിക്ക. അയാളുടെ ഭാര്യ കൊൽക്കത്ത സ്വദേശിനിയാണ്. അയാളുടെ ഭാര്യ, പിന്നെ 2 മക്കൾ. അങ്ങനെ സന്തോഷകരമായിട്ടാണ് ഷെരീഫിക്കും കുടുംബം അങ്ങനെ കഴിഞ്ഞു പോകുന്നത്. ഈ ഷെരീഫിക്കയുടെ ജോലി എന്ന് പറയുന്നത് ടാക്സി ഡ്രൈവറാണ്. ആൾക്കാർ രാത്രിയായാലും പകലായാലും ഈ ഷെരീഫിക്കെ വിളിച്ച് അവിടെ ഓടിപ്പാഞ്ഞെത്തും. അതിന് സമയമൊന്നുമില്ല. എന്താവശ്യത്തിന്, ആശുപത്രി കേസാവട്ടെ അല്ലെങ്കിൽ യാത്രയാവട്ടെ, എന്തിനും ഷെരീഫിക്കാണ് അവസാന ഉത്തരം. ഷെരീഫിക്ക് ഇങ്ങനെയാണെങ്കിൽ നാട്ടിലെ എല്ലാ പ്രശ്നത്തിലും സജീവമായിട്ട് ഇടപെടും. ഇയാളുടെ സ്വദേശം ഇങ്ങ് മലപ്പുറമാണ്. പക്ഷേ നാട്ടിലോട്ടൊന്നും അധികം പോകാറില്ല. 12 വർഷമായിട്ട് ഈ പരപ്പന അഗ്രഹാരത്തിലാണ് പുള്ളി താമസിക്കുന്നത്. വീട്ടുകാരൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊക്കെ അവിടെ ഉണ്ട്, ഞാൻ പോകത്തില്ല, നിങ്ങളൊക്കെ അല്ലേ എൻ്റെ എല്ലാം, അത് മതി എന്നൊക്കെയുള്ളൊരു നിലപാടാണ് നമ്മുടെ ഇക്കായ്ക്ക്. അങ്ങനെ എന്തായാലും ഇങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോവുകയാണ്. വർഷം 12 കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ആളിനാളായിട്ട് നമ്മുടെ ഷെരീഫിക്ക് ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഒരു ദിവസം ഒരു വാർത്ത കേട്ട് പരപ്പന അഗ്രഹാര നിവാസികൾ ഞെട്ടി വിറച്ചുപോയി. ആ വാർത്ത എന്താണെന്ന് അറിയാമോ? നമ്മുടെ സൽഗുണ സമ്പന്നായിട്ടുള്ള എല്ലാവരുടെയും പ്രശ്നത്തിൽ ഓടി നടക്കുന്ന നമ്മുടെ ഷെരീഫിക്കായെ പോലീസ് പിടിച്ചു. ചിന്തിക്കാൻ പറ്റുമോ? പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം കയറിയിട്ടുണ്ട് പലരും പ്രശ്ന പരിഹാരത്തിന് വേണ്ടി. അങ്ങനെയുള്ള ഒരാളെ രായ്ക്ക് രാമാനം വീട്ടിൽ കയറി വന്ന് ഏത് പോലീസാണ് പിടിച്ചിരിക്കുന്നത്? കർണാടക പോലീസാണോ? അല്ല, കേരളത്തിൽ നിന്നും മലപ്പുറത്തു നിന്നുള്ള പോലീസാണ് ഈ വീട്ടിൽ കയറി വന്ന് നമ്മുടെ ഇക്കായെ പിടിച്ചിരിക്കുന്നത്. പെണ്ണുമ്പോളെ മക്കൾ വാവിട്ട് നിലവിളിക്കണം, ഇക്കയെ കൊണ്ടുപോകില്ല എന്നും പറഞ്ഞ് മക്കൾ കാലെ പിടിച്ച് കിടക്കുന്നു, ഭാര്യ കയ്യെ പിടിക്കുന്നു, ആകപ്പാടെ ബഹളം. ഈ ബഹളം എല്ലാം കേട്ടുകൊണ്ട് നാട്ടുകാരെല്ലാം കൂടി ആ വീട്ടിലേക്ക് കൂടിയാണ്. അവർക്കറിയണം എന്തിനാണ് നമ്മുടെ പ്രിയപ്പെട്ടവനായിട്ടുള്ള ഈ ഷെരീഫൊക്കെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ വിട്ടു തരത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഉറച്ച നിലപാടെടുത്തിരിക്കണം നാട്ടുകാർ. പോലീസിന് ഇയാളെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. നാട്ടുകാർ ആ വീടിന് ചുറ്റും കൂടിയിരിക്കുന്നത്. ഒത്തിരി പോലീസുണ്ട്, വേഷം മാറിയാണ് വന്നിരിക്കുന്നത്. അപ്പോഴാണ് പലരും അറിയുന്നത് പോലീസാണെന്ന് പോലും അപ്പോഴാണ് അറിയുന്നത്. പോലീസ് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവനെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. ഇവൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കക്ഷിയൊന്നുമല്ല, ഇവൻ ലോക ക്രിമിനലാണ്. ഇവൻ ചെയ്ത് തെറ്റെന്താണെന്ന് അറിയാമോ? നാട്ടുകാർ വിളിച്ച്, ഇയാൾ തെറ്റ് ചെയ്യുകയോ? തെറ്റ് പരിഹരിക്കുന്ന ആളല്ലേ? അങ്ങനെയുള്ള, അത് മാത്രമല്ല, ഇയാൾ 24 മണിക്കൂർ പ്രത്യേക രൂപമൊക്കെ കേട്ടോ, തൊപ്പിയൊക്കെ അമർത്തി ഈ ബുൾഗാൻ തടിയൊക്കെ വെച്ച് എപ്പോഴും പ്രാർത്ഥനയും നിസ്കാരമായിട്ട് കഴിയുന്ന ആളാണ്. അങ്ങനെ പ്രാർത്ഥനയും നിസ്കാരമായിട്ട് കഴിയുന്ന ഒരാൾ ഇങ്ങനെ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ ആൾക്കും വിശ്വസിക്കാൻ പറ്റുമോ? ഒരാൾ പോലും വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പോൾ നാട്ടുകാർക്ക് അറിയേണ്ടത് എന്താണ് ഇയാൾ ചെയ്ത തെറ്റ് അല്ലേ? ഇയാൾ ചെയ്ത കുറ്റം എന്താണ്? പോലീസ് ആ സംഭവം പറഞ്ഞത് കേട്ട് ഇയാളുടെ ഭാര്യ മാത്രമല്ല, അല്ലെങ്കിൽ മക്കൾ മാത്രമല്ല, നാട്ടുകാർ മുഴുവൻ വിളിച്ച് കേൾക്കുകയാണേ. ഇത്രയും വൃത്തികെട്ടവനായിരുന്നു ഇയാൾ. ഇത്രയും നാൾ 10-12 വർഷക്കാലം ഞങ്ങളെ പറ്റിക്കുമായിരുന്നു. ഇവൻ എന്താ പറയുന്നത്, ചെന്നായ ആട്ടിൻതോലിട്ട ചെന്നായ ആയിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന നിമിഷമായിരുന്നു അത്. ഇവൻ ചെയ്ത പണി എന്താണെന്ന് അറിയാമോ? അതറിയണമെങ്കിൽ നമ്മൾ നേരെ ഈ മലപ്പുറത്തുള്ള അരീക്കോട് എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് ചെല്ലണം. ഒരു ഗ്രാമപ്രദേശമാണ്. ആ വീട്ടിൽ ഒരു ചെറിയ വീടാണ്. അവിടെ നമ്മുടെ ഷെരീഫിക്ക, അദ്ദേഹത്തിൻ്റെ 21 വയസ്സ് മാത്രം പ്രായമുള്ള സാബിറ എന്ന ഭാര്യയും 2 മക്കൾ, അതായത് 4 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 2 വയസ്സുള്ള ഒരു മകളും ഒക്കെ ഉള്ള സന്തുഷ്ടമായ ഒരു കുടുംബമാണ് ഈ ഷെരീഫിക്കയുടെ. അങ്ങനെ ഈ റംസാൻ ദിവസം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആഘോഷങ്ങളുള്ള ദിവസമാണല്ലോ, പ്രത്യേകിച്ച് മലപ്പുറം ഭാഗത്തൊക്കെ. അങ്ങനെ ആഘോഷമെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം എത്തി. മക്കൾക്ക് തുണി എടുക്കണം. മക്കളാണെങ്കിൽ കുഞ്ഞു പിള്ളേരല്ലേ, അവർക്ക് പിടിവാശി. ഞങ്ങൾക്ക് ഡ്രസ്സ് എടുത്തേ പറ്റത്തുള്ളൂ, എത്ര പിള്ളേർക്ക് ഡ്രസ്സുണ്ട്, ഞങ്ങൾക്ക് മാത്രം ഡ്രസ്സില്ലെന്നൊക്കെ പറഞ്ഞ് പിടിവാശി പിടിച്ചിരിക്കുകയാണ് ഈ നമ്മുടെ ഷെരീഫിക്കയുടെ മക്കൾ. ഷെരീഫ് പറഞ്ഞൊരു കാര്യം ചെയ്യ്, നമുക്ക് പോകാം. അങ്ങനെ വൈകുന്നേരത്തോടു കൂടി ആ ചെറിയ സ്കൂട്ടിയിൽ ഭാര്യയെ പിന്നിലിരുത്തി, മകളെ ഇടയ്ക്കിരുത്തി, കുഞ്ഞുമകളെ അമ്മയുടെ മടിയിലെത്തി അങ്ങനെ പോവുകയാണ്. എവിടേക്ക്? തുണിക്കടയിലേക്ക് പോവുകയാണ്. ഷെരീഫും കുടുംബവും കൂടി തുണി എടുക്കാൻ വേണ്ടി പോയല്ലോ. അതിനുശേഷം ഇയാളെ പറ്റിയും അയാളുടെ കുടുംബത്തെ പറ്റി യാതൊരു അറിവുമില്ല. എവിടെയാണ് പോയിരിക്കുന്നത്, ഏത് തുണിക്കടയിലാണെന്നുള്ള ഒരു പിടിയുമില്ല. പക്ഷേ രാത്രി ഒരുപാട് വൈകിയപ്പോൾ ഒരു വല്ലാത്ത കാഴ്ചയാണ് നാട്ടുകാർ കാണുന്നത്. ഈ ഷെരീഫ് അയാളുടെ 2 വയസ്സുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഏതോ ഒരു വീട്ടിലേക്ക് ഓടിക്കയറിയിരിക്കുകയാണ്. വീട്ടുകാർ ലൈറ്റിട്ട് നോക്കിയപ്പോൾ
ഷെരീഫാണ്. എന്താ ഷെരീഫ് കാര്യം എന്നൊക്കെ ചോദിച്ചു. അയാൾ പറയുകയാണ്, ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ സ്കൂട്ടർ തൊട്ടടുത്തുള്ള വെള്ളക്കെട്ടി മറിഞ്ഞു വീണ് എൻ്റെ ഭാര്യയും മൂത്ത മകളും ആ വെള്ളക്കെട്ട് കിടപ്പുണ്ട്. കൈ കിട്ടിയത് ഈ കുഞ്ഞിനെയാണ്, ഈ കുഞ്ഞ് മരിച്ചു പോയെന്നൊക്കെ ഇയാൾ സങ്കടത്തോട് പറയുകയാണ്. ഈ കുഞ്ഞ് മരിച്ചു, ഇയാളുടെ കൈ കിടക്കുന്ന കുഞ്ഞ് മരിച്ചു. ഇയാളുടെ കരച്ചിലും പിടിച്ചിലും എല്ലാം കേട്ടുകൊണ്ട് നേരെ നാട്ടുകാർ പോലെ ലൈറ്റ് വെട്ടോ എല്ലാം എടുത്തുകൊണ്ട് നേരെ ആ വെള്ളക്കെട്ട് ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താ പറയുക, ഇയാളുടെ സ്കൂട്ടി മറിഞ്ഞു കിടക്കുകയാണ്. ആ വെള്ളത്തിനടി കിടക്കുകയാണ് ഇയാളുടെ ഭാര്യയും മകളും. അകപ്പാടെയുള്ളത് ഈ കുഞ്ഞിനെയാണ് കൈ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടി ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു, സ്കൂട്ടി എടുത്ത് പുറത്തേക്ക് ഇടുന്നു. അങ്ങനെ ഇയാളുടെ 21 വയസ്സ് മാത്രം പറയാനുള്ള ഭാര്യ സാബിറെ പൊക്കുന്നു. 4 വയസ്സുള്ള ആ കുഞ്ഞിനെയൊക്കെ പൊക്കി കരയ്ക്ക് എടുത്തിടുകയാണ്. അങ്ങനെ 3 പേരും മരിച്ചു. ഈ ഷെരീഫിനെ ഒരുപാട് ആൾക്കാർ ആശ്വസിപ്പിക്കുന്നുണ്ട്. പോട്ടടാ, ഇതൊക്കെ അടുത്തേ ഉള്ളവർക്ക് പറഞ്ഞ സമയത്തേ ഉള്ളൂ, ദൈവം വിളിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കാരണം അറിയണമല്ലോ എന്താ സംഭവിച്ചത്. ആ രാത്രിയിൽ 2 മണിക്കാണ് സംഭവം നടന്നിരിക്കുന്നത്. അയാൾ പറയുന്നത് ഇങ്ങനെയാണ്, തുണിക്കടയിൽ നിന്നൊക്കെ തുണിയൊക്കെ എടുത്ത് കൊച്ചൊക്കെ ആവശ്യമുള്ള ആഹാരമെല്ലാം മേടിച്ചു കൊടുത്ത് സന്തോഷത്തിൽ തിരിച്ചു തരികയാണ് ഈ വഴിയിലൂടെ. അങ്ങനെ വരുമ്പോൾ നല്ല സ്പീഡിലാണ്, പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണമല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ ടയർ പൊട്ടി വണ്ടിയുടെ അങ്ങനെ കൺട്രോൾ ഇല്ലാതെ ലക്കിൽ ലഗാനില്ലാതെ വണ്ടി നേരെ ആ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞു. പോയ പോക്കിൽ ഭാര്യയും പോയി, മൂത്ത കൊച്ചും പോയി, ഈ ഇളയ കൊച്ചും പോയി. കയ്യിൽ കിട്ടിയത് മുങ്ങി തപ്പിയപ്പോൾ ഈ കുഞ്ഞിനെ മാത്രമാണ് കിട്ടിയത്. അങ്ങനെയാണ് സംഭവം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും വലിയ വിഷമമായിപ്പോയി. ഇപ്പോൾ ഈ ലോകത്ത് ഷെരീഫ് മാത്രമായി. അയാളെ ആശ്വസിപ്പിക്കാൻ ഒരുപാട് പേര് ശ്രമിച്ചു. പക്ഷേ ഈ സാബിറയുടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു സംശയം, ഇയാൾക്കൊരു ദുശീല അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ഇയാൾ പെണ്ണ് വിഷയത്തിൽ അതിവിദഗ്ധനാണ്. എന്ന് പറഞ്ഞാൽ പെണ്ണ് വിഷയം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഈ രക്തത്തിൽ അലിഞ്ഞൊരു സംഭവമാണ്. അത് ഈ മകള് പലപ്പോഴും ഈ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ ചൊല്ലി 21 വയസ്സുകളെന്ന് ഓർത്തോണം. അത്ര ആ ഒരു പ്രായത്തിൽ പോലും ആ സ്ത്രീയെ വേണ്ട എന്നൊക്കെ പല നിലപാടും ഈ ഷെരീഫ് എടുക്കുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കൊക്കെ ഉണ്ട്. അത് ഈ പെണ്ണ് വീട്ടുകാർക്ക് അറിയാം. അങ്ങനെ സംശയം ഈ ഷെരീഫിൻ്റെ ഭാര്യ വീട്ടുകാർ നേരെ പോലീസ് അറിയിക്കുകയാണ്. ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ കേസ് വിശദമായിട്ട് അന്വേഷിക്കുകയാണ്. ആ സ്പോട്ടൊക്കെ പരിശോധിച്ചപ്പോൾ പോലീസിന് ഒരു കാര്യം ബോധ്യമായി. ഇത് സ്വാഭാവികമായിട്ട് ആ സ്കൂട്ടർ വെള്ളത്തിലേക്ക് വീണതല്ല, ഒരു ബലപ്രയോഗം ആ സ്പോട്ടിൽ നടന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ വെള്ളത്തിലേക്ക് ഇടിച്ച് കയറ്റുമ്പോൾ ഭാര്യയൊക്കെ ഒരുപക്ഷെ തടയാനൊക്കെ ശ്രമിച്ചു കാണുമല്ലോ. അവരെ പോലും വകവയ്ക്കാതെ നേരെ ആ സ്കൂട്ടർ കൊണ്ട് ഇടിച്ച വെള്ളത്തിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. അതിനുശേഷമാണ് ഈ ടയർ പൊട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ടയർ ബലപ്രയോഗത്തിലൂടെ അയാൾ മനഃപൂർവ്വം പൊട്ടിച്ചിരിക്കുകയാണ്. അതും പോലീസിന് വ്യക്തമായി. അപ്പോൾ ഒരു കൊലപാതക ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയായി. ഇനിയിപ്പോൾ ഇയാളെ സസൂക്ഷ്മം പോലീസ് നിരീക്ഷിച്ച് വരുമ്പോൾ ഒരു കാര്യം കൂടി പോലീസ് മനസ്സിലാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതാണ് പോലീസിന് ഈ കേസിലേക്ക് ഒരു പിടിവള്ളിയായിട്ട് മാറിയത്. അതെന്താണെന്നറിയാമോ? ഇയാളെ കൊടുക്കാനും ഇയാളുടെ കൊലപാതകമാണെന്നും ഇതിൽ കൊലപാതകമാണെന്നും തെളിയാനുള്ള ഒരു വ്യക്തമായ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാബിറയുടെ പേരിൽ 2 മാസം മുമ്പ് ഒരു ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്. അതിനുശേഷമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ വ്യക്തതയോടുകൂടി തന്നെ ഭാര്യ ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ ആ 10 ലക്ഷം രൂപ തനിക്ക് കിട്ടും. അതിനുശേഷം സുഖമായിട്ട് ഇവളെ ഉപേക്ഷിച്ചിട്ട്, ഈ ശല്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് തനിക്ക് വേറൊരു കല്യാണം കഴിക്കാം എന്നുള്ളൊരു നിഗമനത്തിലാണ് ഈ ഭാര്യയുടെ പേരിൽ ഇൻഷുറൻസ് തുക എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂട്ടി വായിച്ച് ഈ നമ്മുടെ കഥാനായകനായിട്ടുള്ള ഷെരീഫിനെ വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തു. മക്കളെ ശരിയാവേണ്ട കാര്യം എന്നൊക്കെ ചോദിച്ചു. ഷെരീഫിന് പിന്നെ നിൽക്ക കള്ളിയില്ലാതെ അയാൾ ഏറ്റു പറയുകയാണ്, ശരിയാണ്, ആ ശല്യത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ തനിക്ക് വേറെ സുന്ദരിയായിട്ടുള്ളൊരു 18-കാരി കല്യാണം കഴിക്കാം, ആ കുഞ്ഞുങ്ങളും തനിക്ക് വേണ്ട എന്നുള്ള നിലപാടിൽ ആ ക്രൂരനായിട്ടുള്ള പിതാവ് ചിന്തിക്കുകയാണ്. എങ്ങനെ ചിന്തിക്കാൻ പറ്റുമല്ലേ? ഭാര്യയെ വേണമെങ്കിൽ കൊല്ലുന്ന ഒരുപാട് സംഭവം നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ 2 വയസ്സുള്ള അയാളുടെ രക്തത്തിലുണ്ടായ ആ 2 കുഞ്ഞുങ്ങളെ കൊന്ന ദുഷ്ടൻ നമ്മൾ എന്താ പറയുക? പക്ഷെ അവൻ അത് ചെയ്തു. അതിനുശേഷം എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് പോലീസ് നിശ്ചിത ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയാണ്. അങ്ങനെ കോടതിയിലെത്തിയ കേസ് വാദമായി വിചാരണ നടക്കുന്ന സമയത്ത് ഇയാൾ അവിടുന്ന് മുങ്ങുകയാണ്. പിന്നെ ഈ ഷെരീഫിനെ പറ്റി ഒരാൾക്കും ഒരറിവുമില്ല. പോലീസ് ഒരുപാട് അന്വേഷിച്ചു. 12 വർഷക്കാലം ലുക്കൗട്ട് നോട്ടീസ് അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് പറയുമ്പോൾ അവിടേക്ക് പോകുന്നു, ഗൾഫിലേക്ക് പോകുന്നു, ഇന്ത്യ മുഴുവൻ ചുറ്റുന്നു, ഒരു പിടിയുമില്ല. അങ്ങനെ നമ്മുടെ ഷെരീഫ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കർണാടകയിലെ പരപ്പന അഗ്രഹാരത്തിലാണ്. അവിടെ ഒരുപാട് വീടുകളുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഒരാളെ ശ്രദ്ധിക്കാൻ പോലും സമയമില്ലാത്തൊരു ഭയങ്കര കോളനി പ്രദേശമാണ്. അവിടെ ഇയാൾ ഒരു ടാക്സി ഡ്രൈവറായിട്ട് രംഗപ്രവേശം ചെയ്യുകയാണ്. വേഷം മുഴുവൻ മാറി, പഴയ ലുക്കൊന്നും അല്ല. ഇപ്പോൾ തൊപ്പി കമത്തിലുണ്ട്, നീണ്ട താടി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല പ്രാർത്ഥനയും ഒരു ജപമായിട്ട് നടക്കുന്ന ഒരു ഉസ്താദാണെന്നേ തോന്നത്തുള്ളൂ. നാട്ടുകാരുടെ പ്രശ്നത്തിലൊക്കെ പൂർവാധി ശക്തിയായിട്ട് ഇടപെടുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു മനുഷ്യൻ, അങ്ങനെ എല്ലാവർക്കും അറിയത്തുള്ളൂ. അങ്ങനെ ഇയാൾ ഒരു കൊൽക്കത്ത സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നു, അതിൽ മക്കളുണ്ടാവുന്നു. ഒരാൾക്ക് പോലും സംശയം ഉണ്ടാവുന്നേ ഇല്ല. അതുമാത്രമല്ല, ഇയാൾ കുടുംബമായിട്ട് കഴിയുമ്പോഴും ഈ ടാക്സി ഓട്ടോ ഒക്കെ നടത്തുമ്പോഴും ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നുണ്ട്. മോഷണം ഇയാളുടെ നിത്യ തൊഴിലാണ്. അങ്ങനെ പല കേസുകളും ഇയാളുടെ പേരിലുണ്ട്. അവിടെ നിന്ന് ഇയാൾ പിടിക്കപ്പെടുന്നില്ല. ഇയാൾ ഭയങ്കര ബുദ്ധിസാമർഥ്യമുള്ളൊരു ക്രിമിനലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ 12 വർഷം കഴിഞ്ഞ് ഓർത്തല്ലോ,
അപ്പോൾ ഇയാളെ പറ്റിയുള്ള അന്വേഷണം അവിടെ നിൽക്കുന്നില്ല. നമ്മുടെ സുകുമാരക്കുറുപ്പ് എവിടെയാണ് എന്നറിയാൻ പോലും ഇപ്പോഴും അന്വേഷണം നടക്കുവാണ്. അപ്പോഴാണ് ജീവിച്ചിരിക്കുന്ന വലിയ പ്രായമില്ലാത്ത ഷെരീഫിനെ പറ്റിയുള്ള അന്വേഷണം പോലീസ് ഇല്ലാതാക്കുമോ? ഒരിക്കലും ഇല്ലാതാക്കത്തില്ല. അങ്ങനെ ഇയാളെ പറ്റി ഒരു സൂചന മലപ്പുറം പോലീസിന് കിട്ടുകയാണ്. ഇവിടെ ഈ അഗ്രഹാരത്തിലുള്ള ഒരു മലയാളി, അയാൾ ഒരു സന്ദർശനം വേണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ അയാൾക്കൊരു സൂചന കിട്ടി, ഇത് അയാളല്ലേ? വേഷം മാറി അയാൾ നോക്കിയപ്പോഴത്തേക്ക് ശരിയാണ്, വർഷങ്ങൾക്ക് മുമ്പ് നാടിനെ മുഴുവൻ ഞെട്ടിച്ച ആ കൊലപാതകത്തിൻ്റെ ഉത്തരവാദി ഇവിടെയാണെന്നുള്ള കാര്യം ഈ മലയാളിക്ക് ബോധ്യമായി. ഒരു സൂചനയായിട്ട് മലപ്പുറം പോലീസിന് ആ ക്ലൂ കൊടുക്കുകയാണ്. പോലീസ് അങ്ങനെ ഒരു പ്രത്യേക ടീമിനെ തന്നെ കർണാടകയിലേക്ക് വിടുകയാണ്. മാസങ്ങളോളം ഇവനെ നിരീക്ഷിക്കുകയാണ്. ചുമ്മാതെ അങ്ങ് ഒരാളെ കയറി പിടിക്കാൻ ഒക്കത്തില്ലല്ലോ. പ്രത്യേകിച്ച് അയാൾ സമൂഹത്തിൽ വിലയെ നിലയുള്ളൊരു കക്ഷിയാണ്, പ്രാർത്ഥനയും പറയുന്ന നാമജപമായിട്ടൊക്കെ പോകുന്ന കക്ഷിയാണ്. അങ്ങനെ ഒരാളെ കയറി പിടിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇയാൾക്ക് കുടുംബമുണ്ട്. അങ്ങനെ നിരീക്ഷണത്തിനൊടുവിൽ പോലീസ് ഒരു കാര്യം ബോധ്യമായി, പോലീസിന് ഒരു കാര്യം മനസ്സിലായി, ഇവൻ തന്നെയാണ് അവൻ തന്നെയാണ് ഇവൻ. ഒരുപക്ഷെ പോലീസ് ഉപയോഗിച്ചാണ്, ഇവൻ ഇപ്പോൾ നാട്ടിൽ മൊയ്തീൻ എന്നൊക്കെ രൂപത്തിലായിരിക്കും പേരൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സുപ്രഭാതി പോലീസിനെ വിളിച്ചാണ്, ഡാ ഷരീഫേ, ഇപ്പം തിരിഞ്ഞു നോക്കി കാണുമെന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുക. അങ്ങനെ എന്തായാലും ഇവനാണ് അവൻ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയായി ഇവനെ കയ്യോടെ പൊക്കുകയാണ്. അവൻ ആദ്യമൊക്കെ കുതിറിമാറാനും ശ്രമം ഒക്കെ നടത്തി കാണും അല്ലേ? പക്ഷേ എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് വീട്ടുകാരെ നാട്ടുകാരെയൊക്കെ ബോധ്യമാക്കി കൊടുത്തു ഇവൻ തന്നെയാണ് ആ കൊലക്കേസിലെ പ്രതി എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഉത്തരം കൊടുത്തു. ഇവനെ തട്ടി അകത്തിടുന്നതോടെ ഈ കഥയ്ക്കൊരു ഏകദേശ ക്ലൈമാക്സ് ആവുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, 2 കുടുംബമാണ് ഈ പന്ന റാസ്കൽ നശിപ്പിച്ച് കളഞ്ഞത്. ഒന്നും അറിയാത്ത 21 വയസ്സുള്ള ആ സാബിറുടെ ജീവിതം, പിന്നെ ഈ കൊൽക്കത്ത സ്വദേശിനിയുടെയും ആ 2 കുഞ്ഞുങ്ങളുടെയും ജീവിതം. അങ്ങനെ ഇവൻ്റെ ഒരു ഹോബിയാണ്. അവൻ്റെ രൂപം തന്നെ നോക്ക്, നമ്മൾ ആരെങ്കിലും ചിന്തിക്കും ഇത്രയും വലിയ ക്രിമിനലാണ് ആ കുപ്പായത്തിനുള്ളിൽ ഉള്ളതെന്ന്. അതാണ് മനുഷ്യ മനസ്സെന്ന് പറയുന്നത്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ലോകത്ത് ഒരാൾക്ക് പോലും പ്രവചിക്കാൻ പറ്റത്തേയില്ല. നമുക്കൊരുപക്ഷെ മൃഗം അല്ലെങ്കിൽ എന്താണ് പെരുമാറുന്നത് നമുക്ക് അറിയാൻ പറ്റും അല്ലേ? അവൻ കടിച്ചു കയറാൻ വരികയാണ് മൃഗം, അല്ലെങ്കിൽ ആഹാരത്തിന് വേണ്ടി വരുവാണെന്നൊക്കെ നമുക്കൊരുപക്ഷെ ആ മൃഗത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് അറിയാൻ പറ്റും. മനുഷ്യ മനസ്സ് പ്രവചനാതീതമാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടി വ്യക്തമാക്കുകയാണ്, നമ്മളൊരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടുക എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയേ പറ്റും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സുകുമാരക്കുറുപ്പ് ഒരുപക്ഷെ ഈ ലോകത്ത് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനോടകം നമ്മുടെ വിദഗ്ധരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അയാളെ പിടികൂടിയതിന്, അയാൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് നമ്മൾ പിടിക്കപ്പെടില്ല, സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഇയാളുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ, ഇത്രയും കുറ്റകൃത്യം ചെയ്തിട്ട് 12 വർഷക്കാലം അയാൾ ജീവിച്ചത് എങ്ങനെയായിരിക്കും? സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഒന്ന് കഴിക്കാൻ പറ്റുമോ? മക്കളോടൊപ്പം ഒന്ന് പുറത്ത് പോകാൻ പറ്റുമോ? അപ്പോൾ ഏതെങ്കിലും കണ്ണ് അയാളെ നോക്കിക്കഴിഞ്ഞു, ഇതോ അത് പോലീസാണോ, താൻ പിടിക്കപ്പെടുമോ എന്നുള്ള ചിന്തയൊക്കെ ആയിരിക്കും അയാളെ അലട്ടുന്നത്. ഇത് തന്നെയല്ലേ അയാൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ. അതുകൊണ്ട് ഒരു കുറ്റകൃത്യത്തിനും ശാശ്വതമായിട്ട് രക്ഷപ്പെടില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത്തരം ആന മണ്ടത്തിലൊന്നും ഒരാളും കാണിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിയാലോ? നന്ദി, നമസ്കാരം.